Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കടച്ചക്ക വെച്ചിട്ട് ഒരു മസാല കറിയാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഇത് നമുക്ക് ചോറിന്റെ കൂടെയും അപ്പത്തിന്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനേക്ക് ഒരു ബെൽ ഐക്കൺ വരും. ആ ബെൽ ഐക്കണിൽ കൂടെ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. അര കിലോൻ്റെ ഒരു കടച്ചക്കയാണത്. ഒരു മീഡിയം സൈസ് സവാള, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ആദ്യം ഈ കടച്ചക്കയൊന്ന് നമുക്ക് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ അതിൻ്റെ തൊലി ഒന്ന് ചെത്തിക്കളയാം. ഇതുപോലെ ഇങ്ങനെ തൊലിയെല്ലാം ചെത്തിക്കളയാം. ഇത് കണക്ക് വേണം കളയാനായിട്ട്. കടച്ചക്ക തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇത് കണക്ക് ചെത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മുറിക്കാം. ആദ്യമേ ഇതിങ്ങനെ നെടുകെ മുറിക്കാം. ഇതിങ്ങനെ രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം ഇത് വീണ്ടും ഒന്നും കൂടെ ചെറുതാക്കി മുറിക്കാം. ഇത് കണക്കെ രണ്ടായിട്ട് മുറിക്കാം. എന്നിട്ട് നമുക്ക് ഈ ഭാഗം ചെത്തിക്കളയാം. നമ്മൾ ചക്കയുടെ ഒക്കെ ചെത്തിക്കളയത്തില്ലേ, അതുകൂട്ട് തന്നെ ഇതിനും ചെത്തിക്കളയാം. ഇത് കണക്കെ ഇനി ഇത് ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് മുറിക്കാം. നമ്മൾ ഇടിച്ചക്ക ഉണ്ടാക്കിയില്ലേ, ആ ഇടിച്ചക്ക മുറിച്ച അതേ സ്റ്റൈലിൽ തന്നെയാട്ടോ ഇത് മുറിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മുറിച്ചതിന് ശേഷം ഇതിനെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് മുറിക്കാം. ഇത് കണക്ക് ആ ചക്കയുടെ ആ നടുക്കത്തെ ഭാഗം അത് വേഗത്തില്ല, അപ്പോൾ അത് ചെത്തിക്കളയണം നമ്മൾ ഇത് കണക്കാട്ട് അരിയേണ്ട. ഈ വലിപ്പത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഇതേപോലെ വലിപ്പത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഇത് പെട്ടെന്ന് വേഗം ഇത്. അപ്പോൾ ഇങ്ങനെ വലുതാക്കി അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചക്ക ഞാൻ അരിഞ്ഞ് കഴുകി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വലിയ വലിയ പീസായിട്ടോ മുറിച്ചേക്കുന്നത്. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കണം. ആദ്യമേ നാടൻ കറി ആയതുകൊണ്ട് ചട്ടിയിലിട്ടിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ചട്ടിയിലേക്ക് ഈ ചക്ക മുറിച്ചത് ചേർക്കാം. ആ സവാള ഇതുപോലെ വലിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണക്ക് വലിയ വലിയ പീസായിട്ടാണ് മുറിക്കേണ്ടത്. അതും ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാം. പിന്നെ ഈ പച്ചമുളക് രണ്ടായിട്ട് കീറിയിടാം. കറിവേപ്പില. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. അപ്പോൾ ഞാൻ ചക്കയുടെ ലെവലിലാണ് കേട്ടോ വെള്ളം ഒഴിക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കണേണ്. ഉപ്പ്. ശേഷം ഇത് നന്നായിട്ട് ഇളക്കുക. ഇനി ഇത് നമുക്ക് സ്റ്റൗവിലേക്ക് മാറ്റാം. ഇനി ഈ ചക്ക നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഈ ചട്ടി ഞാൻ സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒഴിച്ചേക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അതൊന്ന് തിളച്ച് വരണം. തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം നന്നായിട്ട് കുറയ്ക്കുക. പിന്നെ ലോ ഫ്ലെയിമിൽ വേണം വേവിക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് വെള്ളം ആദ്യം തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇതിലെ വെള്ളം നന്നായിട്ട് വെട്ടിത്തിളച്ചിട്ടുണ്ട്. വെട്ടിത്തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കിപ്പോൾ ഇതിൻ്റെ തീ നന്നായിട്ട് കുറച്ച് വെക്കുക. നല്ല ഫുള്ളായിട്ട് ലോ ആക്കിയതിന് ശേഷം ഇതൊന്ന് അടച്ചു വെക്കുക. ഇനി ഈ ചക്ക ഒന്ന് നന്നായിട്ട് വെന്ത് വരണം. ഇപ്പോൾ നമ്മൾ ഈ കടച്ചക്കയൊക്കെ നമ്മൾ മമ്മിയൊക്കെ പറയണേക്കെ അത് നല്ല പൊടിയുള്ള ചക്ക എന്നൊക്കെ പറയലുണ്ട്. അപ്പോൾ അങ്ങനത്തെ ചക്കയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ മസാലക്കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാട്ടോ. അത് നമുക്ക് അത് അറിയാൻ പറ്റില്ല. അത് നമുക്ക് ചക്ക കിട്ടുമ്പോൾ അത് പൊടിയുള്ള ചക്കയാണോ പൊടിയില്ലാത്ത ചക്കയാണോ എന്ന് നമുക്ക് കണ്ടു കഴിഞ്ഞാലൊന്നും മനസ്സിലാവത്തില്ല. നമ്മൾ വെന്ത് വരുമ്പോഴേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ അതെങ്ങനത്തെ ചക്കയാണെന്നുള്ളത്. ഇനി ഒരു അരപ്പുണ്ടാക്കണം. അരപ്പുണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് അരമുറി തേങ്ങ കേട്ടോ. ഇത് ഏകദേശം 1 കപ്പോളം ഉണ്ട്. പിന്നെ 4 വറ്റൽമുളക്, ഒരു ചെറിയ പീസ് പട്ട, ഒരു 6 കുരുമുളക്, 1 ടേബിൾ സ്പൂൺ മല്ലി, 3 ഏലക്ക, 4 ഗ്രാമ്പൂ, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 5 വെളുത്തുള്ളി. ഇതാണ് അരപ്പിനുള്ള സാധനങ്ങൾ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മളൊന്ന് വറുത്തെടുക്കണം. ചക്ക അപ്പുറത്ത് വേവിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. സെയിം ടൈമിൽ തന്നെ നമുക്ക് ഇവിടെ തേങ്ങ വറുത്തെടുക്കാം. തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട്
പെരിഞ്ജീരകം ഒഴിച്ചിട്ട് ബാക്കി എല്ലാ സ്പൈസസും ഈ തേങ്ങയുടെ കൂടെ ചേർക്കാം. വറ്റൽമുളക് ഇങ്ങനെ രണ്ടായിട്ടൊന്ന് പൊട്ടിച്ചിടാം. പിന്നെ മല്ലി, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക്, പട്ട. ഈ വെളുത്തുള്ളിയും കൂടി ഇതിൻ്റെ അകത്ത് ചേർക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കണം. ഞാൻ 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് ഈ തേങ്ങ നല്ല മൂക്കെ വറുത്തെടുക്കണം. ഇത് നല്ല ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ വറുത്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് പെരിഞ്ജീരകം മാത്രം ഇട്ടിട്ടില്ല കേട്ടോ. പെരിഞ്ജീരകം ഇപ്പോൾ ചേർക്കാൻ പാടില്ല. പെരിഞ്ജീരകം ഇതിൻ്റെ കൂടെ ഇപ്പോൾ ഇട്ട് വറക്കുകയാണെന്നുണ്ടെങ്കിൽ പെരിഞ്ജീരകം പെട്ടെന്ന് തന്നെ മൂത്ത് പോകും. അത് എപ്പോഴും ലാസ്റ്റ് വേണം ചേർക്കാനായിട്ട്. ഇതെല്ലാം ഈ തേങ്ങയൊക്കെ മൂത്തതിന് ശേഷം ആ ചൂടി കിടന്നിട്ട് പെരിഞ്ജീരകം ഒന്ന് മൂത്താൽ മതി. അപ്പോൾ തേങ്ങ ഒന്ന് മൂത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബ്രൗൺ കളറായി. ഇനി ഇതിലേക്ക് നമുക്ക് പെരിഞ്ജീരകം ചേർക്കാം. ഇപ്പോഴാട്ടോ പെരിഞ്ജീരകം ചേർക്കേണ്ടത്. ഈ സ്റ്റൗവിൻ്റെ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഇനി ആ ചീഞ്ചട്ടിയുടെ ചൂട് കൊണ്ട് തേങ്ങ ഒന്നും കൂടെ മൂക്കുകയും ചെയ്യും. ആ പെരിഞ്ജീരകവും അതിൻ്റെ ഒപ്പം തന്നെ മൂക്കുകയും ചെയ്യും കേട്ടോ. ഇനി ഇത് ചൂടാറണം. ഇതിൻ്റെ അകത്ത് ഇരുന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ നല്ല ഫൈനായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. നമ്മുടെ ചക്ക എന്തായി നോക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ചക്കയുടെ വെള്ളമൊക്കെ വറ്റി ചക്കയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. തേങ്ങ ഞാൻ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് ഇതിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. അപ്പോൾ നമുക്ക് മിക്സിയുടെ ബൗൾ കഴുകി ഒഴിക്കുന്നതായിരിക്കും നല്ലത്. മിക്സിയുടെ ബൗൾ കഴുകി ഒഴിക്കാം. ഇതിൽ വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് വെള്ളമായി പോകരുത് കേട്ടോ. ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ഗ്രേവി ഉണ്ടാവത്തില്ലേ, അത്രയും ഗ്രേവി പാടുള്ളൂ കേട്ടോ. നമുക്കിതൊന്ന് തിളച്ചിട്ട് ഇതിലെ മസാലയൊക്കെ ഈ ചക്കയിൽ കയറി പിടിക്കണം. അപ്പം അത്രയും മാത്രം വെള്ളം ഒഴിക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചപ്പോഴത്തേക്ക് ചക്കയുടെ നെകയ്ക്കാട്ടോ വെള്ളം ഒഴിച്ചേക്കണത്. ഇനി ഇതൊന്ന് തിളപ്പിക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ ആദ്യമേ ചക്ക വേവിച്ചപ്പോൾ ഇട്ടതാണ്. ഇപ്പോൾ ഇത് അരപ്പിന് വേണ്ടിയിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ഒരുപാട് മഞ്ഞൾപ്പൊടി ആയി പോകരുത് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ ഭയങ്കര ചുവയുണ്ടാവും. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുക. നമ്മുടെ നാടൻ കറിയിലൊക്കെ ആകുമ്പോൾ എത്ര കറിവേപ്പില ഇട്ടാലും കറിക്ക് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. പിന്നെ പറക്കി കളയാന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ എന്നാലും എന്താ, കറിക്ക് നല്ല ടേസ്റ്റ് അല്ലേ കറിവേപ്പില കിടന്നു കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞല്ലോ പൊടിയുള്ള ചക്ക പൊടിയില്ലാത്ത ചക്ക ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇത് നല്ല പൊടിയുള്ള ചക്ക കേട്ടോ. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. ഇപ്പം ആ ഒരു കൊഴുപ്പ് കാണുമ്പോൾ നമുക്കറിയാം അത് പൊടിയുള്ള ചക്കയാണ്. പൊടിയില്ലാത്ത ചക്കയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കറിക്ക് കൊഴുപ്പ് വരത്തില്ല നമുക്ക്. അതിങ്ങനെ കഷ്ണം വേറെയും ചാറ് വേറെ ആയിട്ട് കിടക്കും. അപ്പോൾ അങ്ങനത്തെ ചക്ക ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കറിക്ക് ടേസ്റ്റ് കിട്ടത്തില്ല. ഇത് വീണ്ടും ഒന്ന് അടച്ചു വെക്കണേണ്. ഇത് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് അടച്ചു വെക്കുക. ലോ ഫ്ലെയിമിലോട്ടാക്കുക. ഇതൊരു 2 മിനിറ്റ് നേരത്തേക്കൊന്ന് തിളക്കട്ടെ. ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ചക്ക എന്തായി നോക്കാം. നല്ല ഫ്ലേവർ വരുന്നുണ്ടേ. ചക്കയൊക്കെ നല്ലതായിട്ട് വെന്തു. അതുപോലെ ആ മസാലയൊക്കെ ശരിക്കും നല്ല തിളയ്ക്കാൻ തുടങ്ങിയപ്പോൾ നല്ലൊരു ഫ്ലേവറാവും. നല്ല കൊതി വരുന്നുണ്ട് കേട്ടോ. ആ മണം കേൾക്കുമ്പോൾ തന്നെ. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള കറിയാട്ടോ ഇത്. ഇനി നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിടണം. ഇനി ഇതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടെന്ന് നോക്കാം. ഇതിലേക്ക് ഞാൻ എടുത്തേക്കുന്നത് 1/4 കപ്പ് തേങ്ങ കേട്ടോ. തേങ്ങാക്കൊത്ത്, 1/4 ടീസ്പൂൺ കടുക്, 3 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത്, ഒരു വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇതിൽ തേങ്ങ ഇടുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ തേങ്ങ ഇടണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് തേങ്ങ ഓപ്ഷനലാണ്. തേങ്ങ ഇടുന്നത് നമുക്കൊരു നാടൻ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇടുന്നത്. വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് തേങ്ങാക്കൊത്ത് ഒന്ന് വറുത്തെടുക്കാം. ഈ തേങ്ങാക്കൊത്ത് നല്ലൊരു ബ്രൗൺ കളർ ആവണേ. അതുവരെ നമ്മൾ പായസത്തിനൊക്കെ വറുത്തെടുത്തില്ലേ, അതുപോലെ ആവണം. ഇപ്പോൾ ഈ തേങ്ങാക്കൊത്ത് ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇങ്ങനെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് മാറ്റാം. ഞാനിത് കറിയിലേക്ക് ഒഴിക്കുമ്പോൾ തേങ്ങ മാത്രമേ എടുത്തിടുന്നുള്ളൂ കേട്ടോ. അത് എണ്ണ എടുക്കണില്ല.
അപ്പോൾ തേങ്ങാക്കൊത്ത് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ തേങ്ങ വറുത്ത സെയിം എണ്ണ തന്നെ എടുക്കാം. ഇതിലേക്ക് കടുക്, ഈ കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടി വരണേ. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഉള്ളി അരിഞ്ഞത്, വറ്റൽമുളക്, ഉള്ളി ഒരു ബ്രൗൺ കളറായിട്ട് വരണം. ഒരുപാട് കരിഞ്ഞു പോകണ്ട, ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്, ഇത് മതി. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില, ഇത് കറിയിലേക്ക് ഒഴിക്കാം. കറിയിലേക്ക് ഒഴിച്ച ശേഷം ഒന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ നമ്മൾ ഈ വറുത്തിട്ടേക്കുന്ന കടുകിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ ആ കറിയിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അടച്ചു വെക്കുന്നത്. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇറച്ചിക്കറിയുടെയൊക്കെ ഒരു ടെക്സ്ചറാണിത്. അധികം ഗ്രേവി ഒന്നും ഇല്ലാണ്ട് നല്ലൊരു കുഴമ്പൻ പരുവാണ്. ഇതാണ് അതിൻ്റെ പരുവം. ഞാനിത് സെർവിങ് ബൗളിലേക്ക് മാറ്റുമോ. ഇപ്പോൾ നമ്മുടെ കടച്ചക്ക മസാലക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഈ കറി. എനിക്കൊക്കെ ആണെങ്കിൽ ഈ കറി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. ഇത് ശരിക്കും ഒരു ചിക്കൻ കറിയുടെയൊക്കെ ഒരു ടേസ്റ്റ് തന്നെയാണിത്. അപ്പോൾ നമുക്കിത് എടുത്ത് നോക്കാം. കണ്ടോ, ഇതാണ് അതിൻ്റെ ടെക്സ്ചർ. നല്ല ഇങ്ങനെ ഒരു പരണ്ട രീതിയിലാണ് ഇരിക്കുന്നത്. ഞാനിത് കഴിച്ചു നോക്കട്ടെ. നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ ഇത്. ശരിക്കും നല്ല മസാലയുടെയൊക്കെ ഫ്ലേവർ നല്ല പോലെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. നല്ല എരിവും ഉപ്പുമൊക്കെ നല്ല കറക്റ്റാണ്. ഇതൊരു ശരിക്കും ഒരു സ്പൈസി ഡിഷാട്ടോ ഇത്. നമുക്കിപ്പോൾ ഇത്രയും സ്പൈസി ആക്കണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മുളകിൻ്റെയൊക്കെ ആ ക്വാണ്ടിറ്റി ഒക്കെ കുറയ്ക്കാം കേട്ടോ. പക്ഷേ ഇങ്ങനെ ഒരു നാടൻ കറി ആകുമ്പോൾ അത് ശരിക്കും ഒരു സ്പൈസി തന്നെ ആയിരിക്കണം. അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്